എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഞാൻ തുവരപ്പരിപ്പ് 10 മിനിറ്റ് കുതിർക്കാനായിട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2-3 വിസിൽ വിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പരിപ്പ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കട്ടിപ്പെരുങ്കായം ചേർത്ത് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. അതിനുശേഷം ഉലുവ, ഉടനെ തന്നെ ചിരകി വെച്ചിരിക്കുന്ന നാളികേരവും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില ചേർത്തിട്ട് അതൊരു ബ്രൗൺ കളർ ആവണോടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു കളറായി വരുമ്പോഴത്തേനും അതിലേക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോണോടെ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ആറിയതിന് ശേഷം അരച്ചെടുക്കുക. തേങ്ങ വറുത്തെടുത്ത അതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ പച്ചക്കറി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് പച്ചക്കറി ആഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് മത്തങ്ങ, മുരിങ്ങയ്ക്ക, ചെറിയുള്ളി ഇതെല്ലാം ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനെ ഒന്ന് വേവാൻ വിടുക. പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് തക്കാളിയും വഴുതനങ്ങയും ചേർക്കണം. ഇത് ലാസ്റ്റ് ചേർക്കാൻ കാരണം അതിന് വേവ് കുറവായതുകൊണ്ടാണ്. 4-5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. എല്ലാം പാകത്തിന് വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന പരിപ്പില്ലേ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ചേർത്താണ്. കൂട്ടത്തിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് അരിച്ച് വെച്ചതാണ്. അതും ഉപ്പും ചേർത്തിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ വിടുക. അതിനുശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ച തേങ്ങയുണ്ടല്ലോ അത് ആഡ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എല്ലാം പാകത്തിന് ചേർത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് കേട്ടോ, അത്രേ തിളയ്ക്കാൻ പാടുള്ളൂ സാമ്പാർ. എന്നിട്ട് അവസാനമായി നമ്മൾ അതിനൊരു താളിപ്പ് കൊടുക്കുകയാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കടുക് പൊട്ടിച്ചെടുക്കുക. കുറച്ച് ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ചേർത്തിട്ട് അത് നമ്മൾ ആ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അവസാനമായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇളക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. താങ്ക്